നസ്രിയ എന്ന കൊച്ചു കലാകാരി ഇന്ന് പ്രവാസികൾക്ക് സുപരിചിതയാണ്. നസ്രിയയുടെ വിശേഷങ്ങളിലേക്ക്. ഗൾഫ് ഗൈഡിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു കൊച്ചുമിടുകിയാണ് നസ്രിയ. നസ്രിയയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഗൾഫ് മലയാളികൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കൊച്ചുമിടുകിയാണ് നസ്രിയ. നമുക്ക് നസ്രിയയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നസ്രിയ നാട്ടിലെവിടെ? ട്രിവാൻഡ്രത്ത്. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് വാപ്പ, ഉമ്മ, എൻ്റെ അനിയൻ്റെ പേര് നവീൻ, ഉമ്മാന്റെ പേര് ബീന, വാപ്പാന്റെ പേര് നാസ്. എന്ത് ചെയ്യുന്നു? പഠിക്കുക? ഞാൻ പഠിക്കാണ്. എത്രല്ല? 6th. ഏത് സ്കൂളാ? അവരോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ. ദുബായ്? അല്ല, അലയില്ല. എന്താ മോളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് സ്പോർട്സിൽ, കലാപരമായിട്ട്? പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞു 2004. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അടുത്ത് ചെയ്തത് താജുദ്ദീൻ അങ്കിളൊക്കെ വന്നിരുന്നില്ലേ, അപ്പം ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. പിന്നെ പൊന്നോണം 2005 ടിനി അങ്കിൾ, റിമി ടോമി ചേച്ചി, അഫ്സൽ അങ്കിൾ, ജോസ്ന ചേച്ചി. അലൈനല്ല, ഇവിടെ ദുബായ് എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട്. പിന്നെ ആങ്കറിംഗ് പ്രോഗ്രാം ചെയ്യാറുണ്ട് TV-യിൽ. കൈരളിയിൽ ഇപ്പം ചെയ്യുന്നത് ശ്രുതിലയം, എല്ലാ ഫ്രൈഡേ 11 o'clock ആണ്. പിന്നെ മഴവിൽ ചെയ്തിരുന്നു, ചില്ലൗട്ട് ചെയ്തിരുന്നു, കുറെ പ്രോഗ്രാം ചെയ്തിരുന്നു. മോള് പാട്ട് പാടുമെന്നല്ലേ പറഞ്ഞേ? പാട്ട് പാടും. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പക്ഷെ പാടും. പിന്നെ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പം ഞാൻ കാസറ്റ് കേട്ടിട്ടാണ് പാടുന്നത്, പാട്ട് കേട്ടിട്ടാണ് പാടുന്നത്. അപ്പം ഞാൻ പാടുമ്പം കറക്റ്റ് ആണോ നോക്കും, ഉമ്മ നോക്കും. ഉമ്മ പാടൊന്നുമില്ല, പക്ഷെ നോക്കും കറക്റ്റ്. ഒരു പാട്ടൊന്നും പാടില്ല. ഞാൻ ലൈറ്റ് മ്യൂസിക് പാടാം. വളരെ നന്നായിട്ട് പാടി മോളെ. സ്കൂളിൽ നന്നായിട്ട് പാടി. സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു താരപരിവേഷമായിരിക്കും അല്ലേ കൂട്ടുകാരുടെ ഇടയിലൊക്കെ? പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായമൊക്കെ പറയാറുണ്ടല്ലേ. ഏത് സിംഗറാണ് ഇഷ്ടം? മലയാളത്തിലെ ആണുങ്ങളിലാണെങ്കിൽ യേശുദാസ് അങ്കിൾ, അഫ്സൽ അങ്കിൾ, പിന്നെ മ്യൂസിക് ഡ്രീംസിലുള്ള എല്ലാവരും എനിക്കിഷ്ടം. പിന്നെ പെണ്ണുങ്ങളിലാണെങ്കിൽ റിമി ചേച്ചി, ജോസ്ന ചേച്ചി, സുജാത ആന്റി, ചിത്ര ആന്റി, കുറെ പേരുണ്ട്. എല്ലാരും ഇഷ്ടം. സിനിമയൊക്കെ കാണാറുണ്ടല്ലേ? സിനിമ കാണാറുണ്ട്. ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം നടന്മാരില്? മലയാളത്തില് മമ്മൂട്ടി, മീര ജാസ്മിൻ, എന്താണ് മോൾക്ക് വലുതാകുമ്പോഴേ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഒരെണ്ണം അഡ്വക്കേറ്റും, ഒരെണ്ണം സയന്റിസ്റ്റും. അഡ്വക്കേറ്റ് ആണ് കുറച്ചും കൂടെ താല്പര്യം. അല്ല, ഇങ്ങനെ കലാപരമായിട്ട് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ വലുതാകുമ്പോഴേ സിനിമ അതും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. ഈ പ്രോഗ്രാംസും പഠിത്തവും എല്ലാം കൂടെ മിക്സ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴേ വീട്ടിലൊന്നും പറയാം അതിന് സമയം കിട്ടാതെ ഇല്ല. അവരെല്ലാം പ്രോത്സാഹിപ്പിക്കും, പിന്നെ ഹെൽപ്പ് ചെയ്യും. പഠിക്കുകയാണെങ്കിലും പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. സ്കൂളിൽ ഒത്തിരി കലാപരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവില്ല, കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്കിപ്പോൾ അടുത്ത് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് അതാണ് കിട്ടിയത്. ഞാൻ 3 ഐറ്റംസിന് പങ്കെടുത്തു: ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ഫോക്ക് ഡാൻസ്,